നമസ്കാരം. പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്കൊപ്പം നിന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് വൈകാരികമായ കത്തെഴുതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നെ സ്നേഹിക്കുന്നവരുടെ കരളിൽ തൊട്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെ കണ്ട് വയനാട് ഒഴിയുകയാണെന്ന് പറഞ്ഞപ്പോഴുള്ള ദുഃഖം നിങ്ങൾ എന്റെ കണ്ണുകളിൽ നിന്നും വായിച്ചിട്ടുണ്ടാവുമെന്നും രാഹുൽ വികാരഭരിതമായി തന്റെ കുറിപ്പിൽ അടയാളപ്പെടുത്തി. ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എനിക്ക് സംരക്ഷണം നൽകി. ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനം എടുത്തത്. വയനാട്ടുകാർക്കൊപ്പം ഇനിയും കൂടെ ഉണ്ടാവുമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും രാഹുൽ കത്തിൽ അറിയിച്ചു. രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് 5 വർഷം മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നു. എന്നാൽ വയനാട്ടുകാരെന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയെന്നും രാഹുൽ വ്യക്തമാക്കി. ഓരോ ദിനവും താൻ അപമാനിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്നെ അളവില്ലാത്ത സ്നേഹത്താൽ സംരക്ഷിച്ചു. നിങ്ങളായിരുന്നു എന്റെ വീടും അഭയവും കുടുംബവുമെന്ന് രാഹുൽ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പാകെ വയനാടിന്റെ കൊച്ചു പെൺകുട്ടികളാണ് തന്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയതെന്ന കാര്യവും രാഹുൽ കത്തിൽ പരാമർശിച്ചു. ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചുവെന്നതോ ഏത് സമുദായത്തിൽ നിന്നുള്ളയാളാണെന്നതോ ഏത് മതത്തിൽ വിശ്വസിച്ചെന്നോ ഏത് ഭാഷയാണ് സംസാരിച്ചതെന്നോ പ്രശ്നമായിരുന്നില്ല. രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പ്രതിദിനം ആക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും വയനാട്ടിലെ ജനങ്ങളാണ് എന്നെ ആശ്വസിപ്പിച്ചത്. തന്റെ പോരാട്ടത്തിന്റെ ഊർജ പ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടുവെന്നും രാഹുൽ കുറിച്ചു. കേരളത്തെ വിഴുങ്ങിയ പ്രളയകാലം മനസ്സിൽ വിങ്ങലായി ഇപ്പോഴും അവശേഷിക്കുന്നു. ഒരു നിമിഷം പോലും തളരാതെ മനുഷ്യരോട് സംവദിക്കാനുള്ള തന്റെ ആകുലതകൾ ഏറ്റെടുക്കാനുള്ള പ്രചോദനം ഇവിടെയുള്ള ജനങ്ങളായിരുന്നു. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമാണ്. ആ ജനതയോട് യാത്ര പറയുന്നതിൽ അഗാധമായ ഹൃദയവേദനയുണ്ട്. പക്ഷെ വലിയൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് വയനാട്ടിൽ നിന്ന് മടങ്ങുന്നത്. ഇനി വയനാട്ടുകാരെ പ്രതിനിധീകരിക്കാൻ സഹോദരി പ്രിയങ്ക ഗാന്ധി ഉണ്ടാവും. അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്നും രാഹുൽ അഭ്യർത്ഥിച്ചു. ഒരു MP എന്ന നിലയിൽ പ്രിയങ്ക ഗംഭീരമായി തന്നെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് ഒരു അവസരം വയനാട്ടുകാർ നൽകണമെന്നും രാഹുൽ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ ചേർത്തണച്ച വയനാടിനൊപ്പം എന്നും കൂടെയുണ്ടാവും. നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. മണ്ഡലത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടി അവിടെ ഓടിയെത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. നേരത്തെ വയനാട് സീറ്റ് ഒഴിയാനുള്ള തീരുമാനം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം പ്രിയങ്ക മത്സരിച്ച് വിജയിച്ചാൽ ഗാന്ധി കുടുംബത്തിലെ 3 പേരും പാർലമെന്റിൽ ആദ്യമായി എത്തും. സോണിയാഗാന്ധി രാജ്യസഭയിലും രാഹുൽ ഗാന്ധി ലോക്സഭയിലും നിലവിലുണ്ട്. അടുത്തത് പ്രിയങ്കയുടെ ഊഴം. അതിന് വയനാട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നു തന്നെയാണ് സൂചനകൾ. 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാടൻ മനസ്സ് രാഹുലിന്റെ കുറിപ്പിന് മറുപടി നൽകുമെന്നുറപ്പ്.